ഇപ്പോൾ ജയസാധ്യതയുള്ളവർ മത്സരിക്കണമെന്നുള്ള തരത്തിലുള്ള ആലോചനകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പേരും വരുമല്ലോ. നന്നായി ജയിക്കുമെന്നുള്ള എല്ലാവർക്കും ഉറപ്പാണല്ലോ. പക്ഷെ ഞാനൊരു ആവശ്യം ഉന്നയിച്ചിട്ടുമില്ല, എന്നോടാരും ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണല്ലോ കഴിഞ്ഞ തവണയും ഈ 2 തവണയും. ഗവൺമെൻറ്റുകളെ കമ്പയർ ചെയ്തൊന്നും പാർട്ടിക്കകത്ത് ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ അറിവിൽ നടന്നിട്ടില്ല. ഞാനത് നടത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാനത് അങ്ങോട്ട് ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുമില്ല. ഇലക്ഷനിൽ മത്സരിച്ച് തോക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ജയിച്ചു, ചിലപ്പോൾ തോറ്റിട്ടുമുണ്ട്. ഒരു കാലത്തും സ്ഥാനാർത്ഥി ആവണമെന്നോ ആക്കണമെന്നോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ എടുക്കുന്നുമില്ല. ഇലക്ഷൻ എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു സംഭവമാണ്. പക്ഷേ ഒരുപാട് തവണ മത്സരിച്ച് ജയിച്ചല്ല, കൂടുതലും ജയിച്ചു. 126 വോട്ടിന് വരെ തോറ്റിട്ടില്ലേ ഇവിടെ. ഇതൊരു വലിയ സംഭവം എടുക്കുന്നത്. ആരായാലും പാർട്ടി തീരുമാനിക്കുന്നവർ മത്സരിക്കും, ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരും. ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പിനെ പറ്റി ഒന്നും തന്നെ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല, ആരോടും ഞാൻ ഔദ്യോഗികമായിട്ടൊന്നും സംസാരിച്ചിട്ടുമില്ല. ഞാനിപ്പോൾ ഒരു 55 ദിവസമായി ഈ വീണ് അതിൻ്റെ ചികിത്സയിലാണ്. ഇനി 17-ാം തീയതി ഈ ചികിത്സ നടത്തുന്ന മാന്നാറിലുള്ള സെയിൻറ്റ് ഗ്രിഗോറിയസ് ഹോസ്പിറ്റലുണ്ട് പരുമല, അവിടെ പോകണം. എന്നിവരിത് അഴിക്കാനത് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് നടക്കാമോ എന്നുള്ള കാര്യം അന്നാണ് അവർ പറയേണ്ടത്. 17-ാം തീയതി ആകുമ്പോൾ 2 മാസമാകും. അപ്പോൾ ഈ 2 മാസം ഈ കാര്യം നിലത്ത് കുത്തിയിട്ടില്ല. അപ്പോൾ നിലത്ത് കുത്താമെന്നുള്ള അന്ന് പറയേണ്ട കാര്യമാണ്. അപ്പം സുഖമില്ല അവിടെ ഇരിക്കാനുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയിലും പങ്കെടുക്കുകയോ പോവുകയോ ചെയ്തിട്ടില്ല. മറ്റേ സാധാരണ ഒരു മാസം ഒരാഴ്ചയിൽ ഒരു 4 ദിവസം ഞാൻ ജില്ലാ കമ്മിറ്റി വെച്ച് പോകും. അവിടെ 1-2 മണിക്കൂറെല്ലാം ചിലവഴിച്ചിട്ട് പോരുമായിരുന്നു. ഇപ്പോൾ പോകാറുമില്ല. അതുകൊണ്ട് അതേപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല, എന്നോടാരും സംസാരിച്ചിട്ടില്ല. ഇല്ലില്ല. ഇപ്പോൾ ധാരാളം പേര് പൊതുജനാഭിപ്രായം വരുന്നുണ്ടല്ലോ. അപ്പോൾ ജയസാധ്യതയുള്ളവർ മത്സരിക്കണമെന്നുള്ള തരത്തിലുള്ള ആലോചനകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പേരും വരുമല്ലോ. നന്നായി ജയിക്കുമെന്നുള്ള എല്ലാവർക്കും ഉറപ്പാണല്ലോ. പക്ഷെ ഞാനൊരു ആവശ്യം ഉന്നയിച്ചിട്ടുമില്ല, എന്നോടാരും ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടിട്ടുമില്ല. അല്ല, എനിക്ക് അത്തരം ചർച്ചകളൊന്നും ഞാനാരുമായിട്ടും നടത്തിയിട്ടില്ല. ഗവൺമെൻറ്റുകൾ ഇടതുപക്ഷ ഗവൺമെൻറ്റാണല്ലോ കഴിഞ്ഞ തവണയും ഈ 2 തവണയും. ഗവൺമെൻറ്റുകളെ കമ്പയർ ചെയ്തൊന്നും പാർട്ടിക്കകത്ത് ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ അറിവിൽ നടന്നിട്ടില്ല. ഞാനത് നടത്തിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഞാനത് അങ്ങോട്ട് ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുമില്ല. അപ്പം അതൊന്നും അല്ല, അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം പാർട്ടിയുടെ മുമ്പിൽ വരുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ പൊതു അഭിപ്രായങ്ങളൊക്കെ പാർട്ടിയുടെ മുമ്പിൽ വരുമല്ലോ. അതവർ തീരുമാനിക്കട്ടെ, അത്രയേ ഉള്ളൂ. ഞാനതിന്മേൽ ഒന്നും തീരുമാനമെടുത്തിട്ടില്ല പ്രത്യേകിച്ച്. ഒന്നാമത് ഞാനിപ്പോൾ ഇലക്ഷനിൽ മത്സരിച്ച് തോക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇലക്ഷനിൽ മത്സരിച്ച് തോക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ജയിച്ചു, ചിലപ്പോൾ തോറ്റിട്ടുമുണ്ട്. ഒരു കാലത്തും സ്ഥാനാർത്ഥി ആവണമെന്നോ ആക്കണമെന്നോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കമ്മിറ്റി ഇപ്പോൾ ഞാൻ ഉന്നയിച്ചില്ല. മറ്റുള്ളവരാണ് പേര് പറഞ്ഞ്, പാർട്ടി ഡിസ്ട്രിക്ട് കമ്മിറ്റിയാണ്. ഡിസ്ട്രിക്ട് കമ്മിറ്റിയും പിന്നെ സെക്രട്ടേറിയറ്റും മത്സരിക്കേണ്ട MLA-മാരുടെ പേരുകൾ, MLA-മാരാവേണ്ടവരുടെ പേരുകൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് സ്റ്റേറ്റ് സെൻട്രൽ കമ്മിറ്റിക്കായി കൊടുക്കുക ചെയ്യുന്നത്. അവരവിടെ എല്ലാ ജില്ലകളിലും വന്ന് പരിശോധിച്ച് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് നമുക്കുള്ള സീറ്റുകളുടെ സ്ഥാനാർത്ഥികളൊക്കെ ആലോചിച്ച് അവർ സ്റ്റേറ്റ് കമ്മിറ്റി വെച്ച് പാസ്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും പ്രൊസീഡർ. ആ പ്രൊസീഡർ മാറ്റം ഉണ്ടാവാനിടയില്ല. അപ്പോൾ എന്നെ ഇന്ന സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കണം, പരിഗണിക്കണം, ഇതൊന്നും ഞാൻ ആരോടും ഒരു കാലത്തും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു. മിനിസ്റ്ററായപ്പോഴും US ഗവൺമെൻറ് ഞാൻ മന്ത്രിയാണെന്ന് ഞാൻ ടെലിവിഷനിൽ കണ്ടാണ് അറിയുന്നത്. ആദ്യം എക്സൈസ് വകുപ്പ് എന്നാണ് എഴുതി വന്നത്, പിന്നെ അത് മാറ്റി. ആലപ്പുഴ സഹകളൊക്കെ വിളിച്ചു വന്നത് സഹാബിന് എക്സൈസ് വകുപ്പ് വേണ്ട. അങ്ങനെയാണ് സഹകരണമൊക്കെ പിന്നീട് മാറ്റി, ദേവസ്വവും ഒക്കെ കയറൊക്കെ. ഈ കാര്യത്തിലൊന്നും ഒരു ഡിമാൻഡ് ഉന്നയിക്കാറില്ല. ഡിമാൻഡ് അങ്ങനെ ഉന്നയിക്കുന്ന രീതി പാർട്ടിയിലില്ല. നമുക്ക് വേണേൽ പറയാം, പറയുന്നതിനൊന്നും ഭരണഘടനാ വിരുദ്ധമായിട്ടൊന്നുമില്ല. എന്നാലും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല.
തോന്നി അവർ ചർച്ച ചെയ്ത് ഈ ആവശ്യപ്പെടുന്ന ആളും ഏതെങ്കിലും ഘടകത്തിൽ കാണുമല്ലോ, തീരുമാനം എടുക്കുന്നതാണ്. അതാണ് രീതി. ആ രീതി തന്നെ ആയിരിക്കും. ഇല്ല, ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനല്ലല്ലോ തീരുമാനം. ഓരോരുത്തരും ആവശ്യപ്പെട്ടു തുടങ്ങി അങ്ങനെ ചെയ്യും. ഓരോരുത്തർ ആവശ്യപ്പെട്ടു തുടങ്ങിയാൽ തീർന്നല്ലേ. അങ്ങനെ പറ്റത്തില്ലല്ലോ. ആവശ്യപ്പെടുന്നതിന് ഭരണഘടനാപരമായി വിലക്കൊന്നുമില്ല. ഒരു പാർട്ടി മെമ്പർക്ക് തൻ്റെ അഭിപ്രായം ഘടകത്തിൽ പറയാം, അല്ലെങ്കിൽ ലീഡർഷിപ്പിനോട് നേരിട്ട് പറയാം, ഏതഭിപ്രായം പറയാം. ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് ആ കേൾക്കുന്ന ഘടകമോ അല്ലെങ്കിൽ ആ നേതാവോ അവരാലോചിച്ച് തീരുമാനിക്കും. നമ്മളങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കാതെ തന്നെയാണ് മത്സരിപ്പിച്ചതും 2 തവണ അധികാര സ്ഥാനത്തെത്തിയതും അങ്ങനെയാണ്. മുമ്പും അങ്ങനെയാണ്. ജില്ലാ കൗൺസിൽ പ്രസിഡന്റൊക്കെ ആയാലും. അല്ല, പാർട്ടി മത്സരിക്കാൻ പറഞ്ഞപ്പോഴൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പാർട്ടി പറയുന്ന അനുസരിച്ചാണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷെ പാർട്ടി അങ്ങനെ പറയുമോ പറയത്തില്ല എന്നുള്ളതൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞാനങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഉന്നയിക്കാൻ ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്തേക്കേണ്ടത്. ഇവിടുത്തെ 9 സീറ്റിലെ കാൻഡിഡേറ്റ്സിന്. അതിൽ മറ്റു ഘടകകക്ഷിക്ക് കൊടുക്കുന്ന ഒഴിച്ചാൽ നമുക്ക് 6 സീറ്റാണ് ഉള്ളത് മുമ്പ്. അത് അവിടെ ആലോചിക്കും. എല്ലാ ജില്ലയിൽ നിന്നും വരും. എല്ലാം കൂടെ ആലോചിച്ചിട്ട് അവർ കാൻഡിഡേറ്റ്സിനെ വേണമെങ്കിൽ അവിടെ നിന്ന് അവർക്ക് മാറ്റാം. പ്രപ്പോസലിലുള്ളവർ മാറ്റാമല്ലോ. ചിലപ്പോൾ മാറ്റാതിരിക്കാം. അപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോയാൽ നമ്മുടെ പേരൊന്നും മുമ്പ് മാറ്റിയിട്ടില്ല. ചില പേരൊക്കെ മാറ്റിയിട്ടുമുണ്ട് ചില സ്ഥലത്തൊക്കെ. അത്രയേ ഉള്ളൂ. ഒന്നും എനിക്കറിയില്ല. ഞാനത് ടെലിവിഷൻ കണ്ടു. ടെലിവിഷൻ കണ്ടല്ലാതെ അത് ടെലിവിഷനിലാണ് കണ്ടത്. എനിക്കതേപ്പറ്റി ഒന്നും അറിയില്ല. ഇവരെ ഒന്നും മാറ്റണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. ആ, ഒരുപാട് പേര് വരുന്നു. അത് പൊതുജനാഭിപ്രായം ഉണ്ടാവാനിടയുണ്ട്. ചിലരൊക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ ഞാൻ അവരോടും പറയും. ഞാൻ ആവശ്യമൊന്നും ഉന്നയിച്ചിട്ടില്ല. ആളുകളുടെ ആഗ്രഹങ്ങളാണ്. അല്ല, ആളുകൾ പറയുന്നുണ്ട് ഒരുപാട് പേര്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ അഭിപ്രായം ആരെയും അറിയിച്ചിട്ടില്ല. മുമ്പും അങ്ങനെ ചെയ്യാറില്ല, ഇപ്പോഴും അങ്ങനെ ചെയ്തിട്ടില്ല. ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ എടുക്കുന്നുമില്ല. ഇലക്ഷൻ എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു സംഭവമാണ്. പക്ഷേ ഒരുപാട് തവണ മത്സരിച്ച് ജയിച്ചല്ല, കൂടുതലും ജയിച്ചു. 126 വോട്ടിന് വരെ തോറ്റിട്ടില്ലേ ഇവിടെ. അപ്പോൾ ഇതൊരു വലിയ സംഭവം എടുക്കുന്നത്. ആരായാലും പാർട്ടി തീരുമാനിക്കുന്നവർ മത്സരിക്കും. ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരും. ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ കേരളത്തിൽ ഞാൻ പറയുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. എന്തോ ആ വിശ്വാസത്തിലാണ് CPM പോകുന്നത്. അല്ല, ആ വിശ്വാസത്തിലാണ് CPM പോകുന്നത്. ഈ ടീമിൻ്റെ ഇങ്ങനെ മാറ്റാൻ പോകണു എന്നുള്ള വാർത്ത പത്രത്തിൽ വന്നേ ഉള്ളൂ. അതേപ്പറ്റി വസ്തുതാപരമായി ഒന്നും തന്നെ എനിക്കറിയില്ല. അതുകൊണ്ട് ഈ ടീമിനെ പറ്റിയൊക്കെ പാർട്ടി മെമ്പർമാർക്ക് പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ പരസ്യമായിട്ട് പറയാറില്ല.